2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ജെറീക്കോ എന്ന പട്ടണത്തിൽ സക്കേയൂസ് എന്ന പുതിയ മനുഷ്യൻ ജീവിച്ചിരുന്നു. പാപത്തിന്റെ പടുകുഴിയിൽ നിന്നും രക്ഷയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് യേശുനാഥൻ സക്കേയൂസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഈ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ ഇടയിൽ ഇതുപോലുള്ള സക്കേയൂസുമാരെ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. സക്കേയൂസിന്റെ കഥയുടെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ കഥയിലേക്ക് കടന്നു വരാം. Idea Starsinger 2018 എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് മലയാളം സാഡ് സോങ്സ് റൗണ്ടിൽ 7ാമത്തെ സ്റ്റേജിൽ ഫോർ ദ ഫസ്റ്റ് ടൈം നമുക്ക് സ്വാഗതം ചെയ്യാം. ഈ അമ്മയുടെ ഒരു കാര്യം, സ്റ്റാർ സിംഗർ തുടങ്ങിയപ്പോഴാ അമ്മയുടെ ഒരു മിന്നുകെട്ട്. എന്തൊരു സ്റ്റൈലാണ് രഞ്ജിനി ചേച്ചിയെ കാണാൻ. എന്നാണാവോ ഇതേപോലെ ഒന്ന് ആഗ്രഹം ചെയ്യാൻ പറ്റുക. ചേച്ചിയുടെ മംഗ്ലീഷ് എന്ത് രസമാണെന്നോ. അതിനിത്ര പഠിക്കാൻ എന്തിരിക്കുന്നു? ഒരു നെല്ലിക്ക വായിലിട്ട് അങ്ങ് മലയാളം പറഞ്ഞാൽ പോരെ. ചേട്ടന്റെ ഒരു ക്രിക്കറ്റ് ഭ്രാന്ത്. ക്രിക്കറ്റ് ഒരു കുത്തു കൊടുത്താലുണ്ടല്ലോ. ഇതിനും ഭേദം ആ സീരിയലായിരുന്നു. ജോഷി ചായൻ ലണ്ടനിൽ നിന്ന് വരട്ടെ, അപ്പം കാണിച്ചു തരാം. എന്താണ് അവിടെ സൂര്യ വെച്ചേടാ മിന്നിന്റെ ടിപ്പ് കഴിയും. ഓ ചേട്ടാ സ്റ്റാർ സിംഗർ വയ്ക്കേ, അടുത്തത് പെർഫോമൻസ് റൗണ്ടാ. Finally, ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിന് സമയമായി.
കഴിക്കും അമ്മേ. കുറുപ്പിന്റെ കണക്ക് പുസ്തകം തുറന്ന് അകത്ത് എവിടെയെങ്കിലും കൂടി കഴിച്ചിരിപ്പുണ്ടായിരുന്നു. ആരാടി അവിടെ? എന്തിനാടി എന്നെ തിരക്കുന്നത്? ആരാടി അവിടെ ഈ ലൈറ്റ് എല്ലാം ഓണാക്കിയിട്ടിരിക്കുന്നത്? ഇവിടെ നിന്റെ മകളുടെ വല്ല കല്യാണം നടക്കുന്നുണ്ട്? അതിനിവിടെ TV മാത്രമല്ലേ ഓണാക്കിയിട്ടുള്ളത്. ഞങ്ങൾ വരെ ഇരുട്ടത്താ. എഴുന്നേറ്റ് പോടാ. ഈ TV ഒക്കെ എത്ര യൂണിറ്റ് കറണ്ട് എടുക്കുമെന്ന് അറിയാമോ? ഇപ്പോഴാണെങ്കിൽ കറണ്ടിന്റെ സർചാർജും കൂട്ടിയിരിക്കുന്നു. എന്റെ കർത്താവേ. ഓ, ഈ മനുഷ്യന്റെ പറച്ചില് കേട്ടാ തോന്നും ദാരിദ്ര്യത്തിലെ കഴിയുന്നതെന്ന്. ഇട്ടുമൂടാ പണമുണ്ട്, എന്നാൽ എച്ചിത്തരത്തിന് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ പലിശ വാങ്ങുന്ന കാശുണ്ടായാൽ മതിയല്ലോ ഈ പഞ്ചായത്തിൽ മുഴുവൻ കറണ്ട് ചാർജ് അടയ്ക്കാൻ. അമ്മേ വിശക്കുന്നു, അത്താഴം കഴിക്കാം. എന്നാ എല്ലാരും വാ കഴിക്കാം. അച്ഛാ, എനിക്ക് ഷൂ വാങ്ങാൻ 5000 രൂപ വേണം. നീ എന്താടാ സ്വർണം കൊണ്ടുള്ള ഷൂ ആണോ വാങ്ങാൻ പോകുന്നത്? അതപ്പാ, എനിക്ക് ക്രിക്കറ്റ് പ്രാക്ടീസ് ഉള്ളതാ. കോച്ച് പറഞ്ഞു ക്രിക്കറ്റ് കിറ്റ് വാങ്ങണമെന്ന്. അതിലാകുമ്പോ എല്ലാം ഉണ്ട്. അപ്പൻ അറിഞ്ഞില്ലേ കൊച്ചിയിൽ PPL ടീം എന്ന കാര്യം? മിനിമം 6 മലയാളികളെങ്കിലും ടീമിൽ എടുക്കണമെന്നാ ആ കോശി കരൂർ സാറ് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നടക്കില്ലടാ. ടീം ഉണ്ടാക്കാൻ മുൻകൈ എടുത്ത ആൾ തന്നെ ഇപ്പൊ ടീമിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാം. കക്ഷത്തിലിരുന്ന് പോവുകയും ചെയ്തു. ഉത്തരത്തിലിരുന്ന സുനന്ദയെ കിട്ടിയോ? അതുമില്ല. അപ്പൻ കള്ളു കുടിച്ച് കളയുന്ന ഒരു ദിവസത്തെ പൈസ പോലും ഇല്ലല്ലോ ഇത്. എന്നെ പഠിപ്പിക്കാനൊന്നും പോരണ്ട. 500 രൂപയുണ്ട്. ഇതിനുള്ള കിറ്റ് വാങ്ങിയാൽ മതി. നീ വല്ല പാടത്തോ പറമ്പിലോ ഒക്കെ പോയി കളിച്ചോണ്ടാ മതി. അല്ലേ 5000 രൂപ. ആരാ വരുന്നത്? നിങ്ങൾ പെങ്ങളും അനന്തരങ്ങളും അല്ലേ? മാത്തുകുട്ടി മരിച്ചത് പിന്നെ കഷ്ടമാ അവരുടെ ജീവിതം. ഇവിടെ ഇരിക്കും മനുഷ്യ. വിധവയായ പെങ്ങളെയും മകളെയും സഹായിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെ സഹായിക്കുക? അല്ല, ഇത് ആരൊക്കെയാ? നാഗുനും ഡെക്സിയോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വാ മോളെ ചോദിക്കട്ടെ. ഏട്ടന് നല്ല സുഖമില്ലെന്ന് തോന്നുന്നല്ലോ. ഓ, ഇവിടെ ഉള്ളവന്റെ അസുഖങ്ങളും സുഖങ്ങളും തിരക്കാൻ ആരുമില്ലല്ലോ. എന്താ വിശേഷിച്ച്? ഏട്ടനറിയാത്തതല്ലോ. ഡെയ്സിയുടെ വിവാഹം നിശ്ചയത്തിന് ഇനി 3 ദിവസമല്ലേ ഉള്ളൂ. നിശ്ചയത്തിന് പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്. ഞങ്ങളുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കണം. ഞാനും ലിസിയും നിശ്ചയ നേരത്തെ തന്നെ അവിടെ എത്തിയിരിക്കും. അതല്ലേ ഏട്ടാ, പറഞ്ഞ തുക ശരിയായിട്ടില്ല. ഏട്ടന്റെ സഹായമില്ലാതെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഓ, ഞാനത് അങ്ങോട്ട് പറയാനിരിക്കുകയായിരുന്നു. കാലായിലെ വല്യപ്പന്റെ ആ പുഴയോരത്തോട് ചേർന്ന വസ്തുവിന് ഞാൻ അഡ്വാൻസ് കൊടുത്തു. റിസോർട്ട് പണിയാൻ പറ്റിയ സ്ഥലമാണ്. ബാക്കി 20 ലക്ഷം കൂടി കൊടുത്ത് 1 മാസത്തിനകം ആധാരം നടത്തണമെന്ന് അയാൾ നിർബന്ധിക്കുന്നത്. മിനിമം 2 ലക്ഷമെങ്കിലും ഏട്ടൻ തന്നില്ലെങ്കിൽ എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എങ്ങാനും സംഭവിച്ച നീ എന്നാ വർത്തമാനായി ഈ പറയുന്നത്? 2 ലക്ഷം ഉറുപ്പിയോ? നീ ഒരു കാര്യം ചെയ്യും. ആ പുലയുടെയും പറമ്പിന്റെയും ആധാരം ഇങ്ങോട്ട് കൊണ്ടുപോകും. അത് വെച്ചെങ്ങാനും കുറച്ച് പണം കിട്ടുമോ എന്ന് നോക്കട്ടെ. അല്ലാണ്ട് വെള്ളമില്ലാത്തോടത്ത് മുങ്ങാൻ പറഞ്ഞ നടക്കൂ? വേണ്ട മാത്തുവിനെ, ഞങ്ങൾ ഇറങ്ങുക. കല്യാണ പണം തടിച്ചു പോയല്ലോ. എന്താ അമ്മായി കരഞ്ഞു പോകുന്നേ? അതെങ്ങനാ?
ഈ അനുഭവിക്കുന്ന സ്വത്തിന്റെ പകുതി അവർക്കും കൂടി അവകാശപ്പെട്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടായ കൊള്ളാം. അവിടെ മാത്രമല്ല വിവാഹ നിശ്ചയമൊക്കെ. അടുത്ത മാസേ ഈ നിൽക്കുന്നവളുടെയും ഇവളുടെ സഹോദരന്റെയും വിവാഹം ഒരേ പന്തലിൽ വെച്ച് നടക്കും. അതിനെന്താ? ഈ നിൽക്കുന്ന നിന്റെ മകളുടെ കഴുത്തിൽ താലിച്ചരട് വീണമെങ്കിലേ രൂപ 20 ലക്ഷവും ഒരു കാറും കൊടുക്കണം. കയ്യിലിരിക്കുന്ന ആർക്കെങ്കിലും ഓച്ചാരം കൊടുത്തിട്ട് പിന്നീട് വെള്ളം കുടിക്കുന്നത് ഞാനായിരിക്കും. അവർക്ക് അവരുടെ കാര്യം, എനിക്ക് എന്റെ കാര്യം. ഓ, അപ്പൻ 20 ലക്ഷം എനിക്ക് ശ്രീധരൻ തരുമ്പോ ജോഷിച്ചാൻ 25 ലക്ഷം ഇങ്ങോട്ട് കിട്ടില്ലേ? ഓ, അതിലെന്തിരിക്കുന്നു? ബാക്കി 5 ലക്ഷം മൂക്കിപ്പൊടി വാങ്ങാൻ പോലും തികയത്തില്ല. പിന്നെ അവരൊക്കെ അത് കിട്ടിയാൽ എനിക്ക് തരുമോ എന്ന് തന്നെ ആർക്കറിയാം. അതൊക്കെ വിടപ്പ. അമ്മായി സഹായിക്കാൻ അപ്പനല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്റെ മോളെ, അത് ഓർത്ത് സമയം കളയണ്ട. അകത്ത് പോയി വല്ലത് കഴിക്കാൻ നോക്ക്. ഈ മനുഷ്യനെ ഉപദേശിച്ചിട്ട് കാര്യമില്ല മോളെ, നന്നാവില്ല. എന്റെ അപ്പൻ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, തേങ്ങ പിഴിഞ്ഞാൽ എണ്ണ കിട്ടും, തൊണ്ടു പിഴിഞ്ഞാലോ? ഒലക്കേര മൂട് കേറിക്കൂടെ. എന്നെ നന്നാക്കാൻ വന്നിരിക്കുന്ന 2 ശീലാവതിയാണ്. നിന്റെ അപ്പന് എണ്ണയാട്ടായിരുന്നോ പണി? ഹലോ, ആരാ? ജോഷിമോനോ? എവിടെയാ? എയർപോർട്ടിൽ നിന്നാ? നാളെ എപ്പോ എത്തും മോനെ? രാവിലെ 10:30. ഓക്കെ മോനെ, ശരി.